JEE മെയിൻ എക്സാമിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റുകളിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. പക്ഷേ ചില ആസ്പിറൻസ് ന്യൂമറിക്കൽസ് പേടിച്ചിട്ട് ഫിസിക്കൽ കെമിസ്ട്രി ഭാഗം ലീവ് ചെയ്യാറുണ്ട്, അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന അതിൻ്റെ ഒരു അനാലിസിസ് ആണ്. Myself Ajnas and I am a well-wisher in your IIT NIT dreams and welcome to IITricks. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു 4 സ്റ്റെപ്പാണ് നമ്മൾ മെയിൻ ആയിട്ടൊന്ന് നോക്കാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ ഒരു JEE ആസ്പിറന്റിന് ഫിസിക്കൽ കെമിസ്ട്രിയോടുള്ള പേടി മാറാൻ അവർ ആദ്യം ചെയ്യേണ്ടത് മോൾ കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഈ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ്. ഇത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വിലിബ്രിയം, സൊല്യൂഷൻസ്, റിഡോക്സ് റിയാക്ഷൻസ് ഇങ്ങനത്തെ പാഠങ്ങളൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിക് മാത്തമാറ്റിക്സ് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോഗരിതമിക് പോലുള്ള ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ്, ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻസ് ഇങ്ങനത്തെ പാഠങ്ങളൊക്കെ വിത്തിൻ ടൈം ലിമിറ്റിൽ തന്നെ ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫോർമുല ബുക്ക് ഉണ്ടായിരിക്കണം. ഈ ഫോർമുല ബുക്കിൽ ഓരോ ഇക്വേഷൻസും അതിൻ്റെ ഡെറിവേഷൻസും കൂടെ തന്നെ അതിൻ്റെ ഓരോ ആപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇതെന്തിനാണെന്നോ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് റിവിഷൻ ടൈമിൽ ഈസി ആയിട്ട് ആ ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് പ്രാക്ടീസ്. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിക്ക് അതിനായിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതുവഴി നിങ്ങൾക്ക് ഇക്വിലിബ്രിയം, സൊല്യൂഷൻസ്, റിഡോക്സ് റിയാക്ഷൻ, സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഇങ്ങനത്തെ പാഠങ്ങളൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എല്ലാ JEE ആസ്പിറൻസും ഫേസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആണ് ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ സമയം ഫിസിക്സിലോട്ടും മാത്സിലോട്ടും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു 4 സ്റ്റെപ്പ് സ്ട്രാറ്റജി നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന ന്യൂമറിക്കൽസ് പോലും പെട്ടെന്ന് അക്യുറേറ്റ് ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് ഫിസിക്സും മാത്സും കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നുണ്ടാവും.